ഏറെ സ്നേഹമുള്ളവരെ, അവശരെ സഹായിക്കുന്ന അനേക നല്ല മനസ്സുകൾ നാം കാണാറുണ്ട്. അവരുടെ നേരെ നമുക്ക് ബഹുമാനവും ആദരവും തോന്നാറുമുണ്ട്. ഇത് അമേരിക്കയുടെ 3ാം പ്രസിഡന്റായ തോമസ് ജെഫേഴ്സൺ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ധാരാളം കാരുണ്യ പ്രവൃത്തികൾ കാണാൻ പറ്റും. ഒരിക്കൽ ഒരു നദിക്കരയിൽ ഒരു വൃദ്ധൻ അക്കരെ കടക്കാനാവാതെ വിഷമിച്ചു നിൽക്കുന്നു. വളരെ ദൂരെ മറ്റൊരു വഴിയിൽ കൂടി പോയാൽ അക്കരെ എത്താം. കുതിരപ്പുറത്താണ് ആ വഴി ആളുകൾ പോവുക. പ്രതീക്ഷയോടെ പിന്നാലെ വരുന്ന ഓരോ കുതിരക്കാരനെയും നോക്കിക്കൊണ്ട് ആ വൃദ്ധൻ നിന്നു. ഒരാൾ പോയി, രണ്ടാമതൊരാൾ പോയി, മൂന്നാമതൊരാൾ പോയി. ആരും ഈ വൃദ്ധനെ ശ്രദ്ധിച്ചില്ല. എന്നാൽ 4ാമത് ഒരാൾ വന്നു. അദ്ദേഹം ഈ വൃദ്ധനെ കുതിരപ്പുറത്ത് കയറ്റി. എന്നിട്ട് ഒപ്പം യാത്ര ചെയ്ത് നദിയുടെ അക്കരെ മറ്റൊരു വഴിയിലൂടെ എത്തിക്കുകയാണ്. ആരായിരുന്നു ആ വ്യക്തിയെന്നോ? വൃദ്ധനെ ഭവനത്തിലാക്കിയിട്ട് അദ്ദേഹം പോയത് വൈറ്റ് ഹൗസിലേക്കാണ്. പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കയുടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കരുണയോടെ പെരുമാറാൻ ശ്രമിക്കണം. അത് നമുക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ദൈവം എല്ലാവരെയും സ്നേഹപൂർവ്വം വീക്ഷിക്കുന്നു. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളെ ദൈവം വിലമതിക്കുന്നു. നമുക്ക് ദൈവത്തോട് ചേർന്ന് ആ കരം പിടിച്ചുകൊണ്ട് തന്നെ നന്മ ചെയ്യുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണ്ടേ? ആമേൻ.